അപ്പോൾ നമ്മുടെ അടുത്തൊരു കോളിസിൻ്റെ വർക്ക് കൂടെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരത്തെ ഗ്രീൻ കളർ ആയിരുന്നു, പക്ഷേ ഗ്രീൻ കളർ ആയിരുന്നു വേറെ പുറമേ നിന്ന് പെയിൻറ്റ് അടിച്ചിട്ടാണ് വന്നത് വണ്ടി. പക്ഷേ ആ ഒരു പെയിൻറ്റിന് ഒരു നമ്മുടെ ഈ ഒരു പീകോക്ക് കളർ വന്നിട്ടില്ലായിരുന്നില്ല. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളിതിൽ ഡ്യൂപോണ്ടിൻ്റെ പെയിൻറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, നേരത്തെ അവർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കേർട്ട് കംപ്ലീറ്റും ഫിക്സ്ഡ് ആക്കിയിട്ട് പുട്ടിയിട്ടിട്ട് ഇതിനോട് ചേർത്ത് വെച്ചിട്ടായിരുന്നു പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തം നമ്മൾ ഇളക്കി മാറ്റി അതിൽ ബീഡിംഗ് ഒക്കെ ഇട്ട് ബ്ലാക്ക് ബീഡിംഗ് ഇട്ട് കറക്റ്റായിട്ട് ലെവലിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇത് ഫുള്ളും ഇങ്ങനെ മട്ടം പോലെ അങ്ങനെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏകദേശം നല്ലൊരു എമൗണ്ട് ഇറക്കിയ വണ്ടിയാണ്. ഏകദേശം 7,30,000 7.5 ലക്ഷം രൂപയോളം വണ്ടി ഇതിൽ ഇറക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെക്കാത്ത സാധനങ്ങൾ ഏതുമില്ല, എല്ലാം കംപ്ലീറ്റും ബ്രാൻഡഡ് ആണ്. അതുമാത്രമല്ല ഹൈ ക്വാളിറ്റി സാധനമാണ്. പിന്നെ ഇത് ഫുൾ ഡാമ്പിങ്ങുമാണ്. ടോപ്പ് മുതൽ ഫ്ലോറ് കംപ്ലീറ്റ് ഫുൾ ഡാമ്പിങ്ങും ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രില്ല് ഒറിജിനൽ തന്നെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോണറ്റിൻ്റെ ക്രോം OEN ആഡ് ചെയ്തിട്ടുണ്ട്. ലൈറ്റുകൾ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത് സെയിം നമ്മുടെ പാത്തുവിൻ്റെ അതേ സ്റ്റൈലിലേക്കാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ സീറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് സീറ്റ് ഇതിനകത്ത് ആക്കിയിട്ടുണ്ട്. അങ്ങനെ A to Z നമ്മുടെ സെയിം വണ്ടിയുടെ അതേ ലുക്കിലേക്കാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൂടാതെ ഇതിൽ ലൈറ്റ് സിസ്റ്റം കുറച്ച് കൂടുതൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെ ഗ്രിൽ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും അത് നമുക്ക് മൊബൈലിലൊക്കെ കൺട്രോൾ ചെയ്യുന്ന പോലത്തെ ലൈറ്റാണ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 360 ക്യാമറ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഹൈലക്സിൻ്റെ മിറർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. കസ്റ്റമറും അത് തന്നെയാണ് പറഞ്ഞത്, മാക്സിമം എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. ആ ഒരു രീതിക്കാണ് പറഞ്ഞത്. ആ രീതിക്ക് നമ്മൾ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് വാക്സ് ഇടണം. ഇന്ന് ഡെലിവറിയാണ് വേണ്ട. അപ്പോൾ ഇനിയിപ്പോൾ വാക്സ് ഇട്ടിട്ട് വേണം നമുക്ക് കൊടുക്കാനായിട്ട്. പോളിഷ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി വാക്സും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് വണ്ടി ഡെലിവറി ചെയ്യാം. അതുപോലെ നമ്മളിതിൽ നെഗോയുടെ ആൻറ്റിന നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും നമ്മൾ ഒറിജിനൽ ആൻറ്റിന വെക്കുന്നത്. ഇത് നമുക്ക് സാധാരണ നോർമൽ ലോക്കലും കിട്ടും. പക്ഷേ ലോക്കൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. ഈ സ്റ്റീലൊക്കെ ചിലപ്പോൾ മേ ബി തുരുമ്പ് പിടിക്കാനും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇത് ഹോൾഡ് ചെയ്യാനും പറ്റും. നമ്മൾ നേരത്തെ വണ്ടിയിൽ കാണിച്ച മാതിരി തന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെയുള്ള വണ്ടികളിൽ ഇതൊന്നും നമുക്ക് മറ്റേ ആൻറ്റിനകളിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നോർമലി ഫിക്സ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ് വരാനും സാധ്യതയുണ്ട്. തുരുമ്പ് പോലെ കളർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നെഗോയുടെ ഒറിജിനൽ ആൻറ്റിന തന്നെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അലോയ് വീൽ നമ്മളിത് G-Maxൻ്റെ അലോയ് വീൽ അതുപോലെ തന്നെ യോക്കോഹോമയുടെ ടയറും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും സ്പേസർ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്പേസർ ഇട്ടിട്ട് കഴിഞ്ഞാൽ കുറച്ച് പുറത്ത് നിൽക്കും. പുറത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വീലിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ഷേപ്പ് തന്നെയാണ്, ഫൈനൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് സ്പേസർ ഇട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളിതിപ്പോൾ 100 PCD നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്, 114 അല്ല. അതുകൊണ്ട് 100 ഇടുമ്പോൾ നമുക്ക് എന്തായാലും സ്പേസർ ഇടേണ്ടി വരും. ആ സ്പേസർ ഇടുമ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങോട്ട് വെളിയിലേക്ക് നിൽക്കും. ലോ പ്രൊഫൈൽ ടയറോ അതുകൊണ്ട് എവിടെ മുട്ടോ തട്ടോ ഒന്നുമില്ല. 15 സൈസാണ് കറക്റ്റ്. ഇതിൻ്റെ മേലെ 16ലേക്ക് ഇടാൻ നമുക്കിത് പറ്റില്ല. കറക്റ്റ് 15ആണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കും. പിന്നെ നമ്മളിതിൽ 360 ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലും 2 മിററിലും ബാക്കിലും ഉണ്ട്. ഇനി അതൊന്ന് പ്രോഗ്രാം ചെയ്യണം. പ്രോഗ്രാം ചെയ്തിട്ടില്ല. പ്രോഗ്രാം ചെയ്താൽ കറക്റ്റ് ആയിരിക്കും. പിന്നെ സൈഡിലെ നമ്മൾ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം ഐജിലിൻ്റെ ഒറിജിനൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫുഡ് സ്റ്റെപ്പിൻ്റെ താഴെ സ്റ്റീൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റീൽ നമ്മൾ നമ്മുടെ വണ്ടിയിൽ അതേ സെയിം എങ്ങനെയാണോ ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത്. നമുക്കിപ്പോൾ ഇതിൻ്റെ കളർ തന്നെ സൈഡിൽ നിന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു ബ്ലൂയിഷ് കളർ നല്ലോണം ഫീൽ ചെയ്യും. ഇനി നമ്മൾ പോളിഷ് ചെയ്യുക അതും ഭയങ്കരമായിട്ട് ഫീലിംഗ് ആയിട്ട് നമുക്ക് തോന്നും. ഗ്രീനും ഒരു ഷെയ്ഡ് വരുന്നതുകൊണ്ട് നല്ലൊരു ഫീലിംഗ് ഉണ്ട്. പോളിഷ് ചെയ്യുന്നതോറും അതിൻ്റെ ബ്രൈറ്റ്നസ് കൂടി ഒരു ഗ്ലാസ് ഫിനിഷിങ്ങിൽ വന്ന് നല്ല ഒരു രസമുണ്ട്. ഇത് വാക്സ് ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും ഇതിനൊരു ഇതാവും. പിന്നെ ബീഡിങ്ങിൻ്റെ അവിടെയൊക്കെ നമ്മൾ പോളിഷ് ചെയ്തിൻ്റെ വൈറ്റ് ഒരു ഇതുണ്ട് പൗഡർമാര്, അതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് വണ്ടി എന്തായാലും കൊടുക്കുള്ളൂ. അപ്പോൾ ഡ്രമ്മ് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് സാധാ നോർമൽ പെയിൻറ്റ് തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബാക്കും ഫ്രണ്ട് ഏത് സൈഡ് നോക്കിയാലും നമ്മുടെ ആ ഒരു വണ്ടിയുടെ ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെയാണ് ഫുള്ളായിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പോൾ ബാക്കിൽ നോക്കണമെങ്കിൽ 2 സൈലൻസർ വെച്ചിട്ടുണ്ട്. അത് സിംഗിൾ ടിപ്പിൻ്റെ തന്നെയാണ് സൈലൻസർ വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ സ്കേർട്ട്, ലിപ്പ്, മെട്രിക്സ് ലൈറ്റ്, അതുപോലെ ഡിക്കി ക്രോം അതൊക്കെ ഒറിജിനൽ തന്നെയാണ്. ഡിക്കി ക്രോം അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ഗാർണിഷ് എല്ലാം ഒറിജിനൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതുപോലെ റിഫ്ലാക്ടറും ടൈലൈറ്റും എല്ലാ സാധനവും നമ്മളിതിൽ OE സാധനം തന്നെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിൽ കൂളിംഗ് ഫിലിം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ അലോഡാണ്, ഇത് ഒരു 50% വരെയൊക്കെ അലോഡാണ്. അപ്പോൾ ആ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കൂളിംഗ് ഫിലിം ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഫ്രണ്ട് ഗ്ലാസ്സിലും മെയിൻ ഗ്ലാസ്സിലും നമ്മൾ കൂടിയ ലെവലിലുള്ള തന്നെ ഫിലിമാണ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം തന്നെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ വണ്ടി തന്നെ കേട്ടോ, സെയിം നമ്മുടെ വണ്ടിയുടെ അതേ സ്റ്റൈലിലേക്കാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. പക്ഷേ ഡാഷ്ബോർഡ് നമ്മുടെ വണ്ടിയിൽ ഒരു ബ്ലാക്ക് ആ ഒരു ഷെയ്ഡ് വരുന്ന ഒരു ടൈപ്പാണ്. ഇതിൽ വൈറ്റ് തന്നെ ഫുൾ ഇൻറ്റീരിയർ കംപ്ലീറ്റും സാർ പറഞ്ഞു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വേണമെന്നാണ് പറഞ്ഞു. അപ്പോൾ അതേ ലെവലിലേക്ക് തന്നെ ഇപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ചെയ്യുന്ന വണ്ടികൾക്കും സീറ്റുകളൊക്കെ നമ്മുടെ അതേ സെയിം ലുക്കിലേക്കാണ്. ഈ ഒരു ലുക്ക് വരുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു പേൾ വൈറ്റ് ആണ്, സാധാ നോർമൽ വൈറ്റ് അല്ല.
പേൾ വെയിറ്റുമാതിരി വരും ഇത് കാണാനായിട്ട്. അതുപോലെ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ തന്നെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു പ്രസൻറ്റ് മൈൻഡ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഡാർക്ക് പിന്നെ ടാൻ ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും കാണാൻ ഭംഗിയുണ്ടാവും. പക്ഷേ എങ്കിലും ഇത് കുറച്ചുകൂടെ ബെറ്റർ. അതൊരു 90% ആണെന്നുണ്ടെങ്കിൽ ഇതൊരു 100% നമുക്കൊരു ഹാപ്പിനെസ് ഇതിനകത്ത് ഫീൽ ചെയ്യും. അപ്പോൾ അതുപോലെ ഡാഷ്ബോർഡിൽ നമ്മൾ വൈറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർ സ്പീക്കർ നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് JBL അല്ല, ആൽഫേൻ്റെയാണ് ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ് സിസ്റ്റം ആൽഫേൻ്റെ സിസ്റ്റമാണ് ചെയ്തേക്കുന്നത്. പക്ഷേ സബ്ബും ആമ്പും വന്നിട്ട് സോണിയുടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ സോണിയുടെ അത് കുറച്ചുകൂടെ എഫക്റ്റീവാണ്. സോണിയുടെ ആകുമ്പോൾ കുറച്ചുകൂടെ കേൾക്കാൻ കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ ബ്ലോക്ക് പങ്കിൻ്റെ ഹെഡർ ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് പങ്ക് എപ്പോഴും ഹെഡർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് സിസ്റ്റം കിട്ടുന്നുണ്ട്. 4000, 5000, 6000 എന്ന് പറഞ്ഞിട്ടൊക്കെ ആൻഡ്രോയിഡ് സിസ്റ്റം കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു ഇതും ഉണ്ടാവില്ല. നമ്മൾ ഇത്രയും ക്വാളിറ്റിയുള്ള ആൽഫേൻ്റെ സ്പീക്കറും അതുപോലെ JBLൻ്റെ അങ്ങനെയുള്ള സ്പീക്കറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഹെഡർ പക്കയായിരിക്കണം. ഇത് ചെയ്യാല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് HOD ചെയ്യാം. HOD ഒക്കെ നല്ല ബ്രാൻഡാണ്, അതിൽ നമുക്ക് സൗണ്ട് ക്വാളിറ്റി ഒക്കെ പക്കയാണ്. ബ്ലോക്ക് പങ്ക് ഹെവിയാണ്. നമുക്ക് നമ്മുടെ പൈനിയറിൻ്റെ ഒക്കെ സിംഗിൾട്ടൺ വരുന്നുണ്ടല്ലോ, ആ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ബ്ലോക്ക് പങ്കിലും കിട്ടും. ആൻഡ്രോയിഡ് ഇതിൽ 360 സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ കാർപ്ലേയും ആൻഡ്രോയിഡ് കാർപ്ലേയും ഇതിനകത്ത് ഇൻബിൽഡാണ്. ലൈസൻസ് ഉള്ളത് കേട്ടോ. ക്രാക്ക്ഡ് വേർഷനൊക്കെ ഉണ്ട് ഒരുപാട് ഇതിലൊക്കെ, ചില സിസ്റ്റത്തിലൊക്കെ ക്രാക്ക്ഡ് വേർഷൻ. പക്ഷേ ഇതൊക്കെ എന്ന് പറയുന്നത് ലൈസൻസോട് കൂടി കൊടുക്കുന്ന സംഭവം. അപ്പം നമുക്ക് വണ്ടിയുടെ അടുത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. പിന്നെ എല്ലാ സിസ്റ്റവും അതിനകത്ത് തന്നെ വരും. പിന്നെ നമ്മുടെ വണ്ടിയിലുള്ള എല്ലാ സാധനങ്ങളും ഇതിന് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നമുക്കൊരു വയർലെസ് മൈക്ക് ഇതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. ഫ്രണ്ടിൽ ഇതിൻ്റെ സ്പീക്കർ വരുന്നുണ്ട്, നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ സൈറണ് കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് പക്കയായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ മൈക്കും കറക്റ്റായിട്ട് ഇതിനകത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. പവർ വിൻഡോസ് സിസ്റ്റം നമ്മൾ RDയുടെ പവർ വിൻഡോസ് FS ആണ് കേട്ടോ, ബേസ് മോഡൽ വണ്ടിയാണ്. അതിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തേക്കുന്നത്. RDയുടെ പവർ വിൻഡോ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്. സെൻട്രൽ ലോക്ക് കീ ഫ്ലിപ്പ് കീ വരുന്ന പോലെയുള്ള ഇതാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. ലൈറ്റ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ആംബിയൻസ് ലൈറ്റും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആംബിയൻസ് ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്, ഉണ്ടല്ലേ. ഇത് നൈറ്റ് കാണുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ലുക്കായിട്ട് തോന്നുന്നത്. അതിന് മോഡ് നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാം. ഈ സ്വിച്ചിൽ ഇതോടെ ഒരു സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ചിൽ അമർത്തി കഴിഞ്ഞാൽ ഓരോ മോഡായിട്ട് നമുക്ക് ഇതിനകത്ത് മാറും ആംബിയൻസ് ലൈറ്റ്. അതുപോലെ തന്നെ മ്യൂസിക്കിൽ വേണമെങ്കിൽ ഇടാം. മ്യൂസിക്കിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാട്ടിനനുസരിച്ച് ഇത് മറ്റേ ലൈറ്റിൻ്റെ ബ്ലിങ്കിങ്ങും കാര്യങ്ങളൊക്കെ വേറെ വേറെ വ്യത്യാസമായിട്ട് വരും. മാക്സിമം നമുക്ക് കോളേജിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും ആ എല്ലാ സംഭവം നമ്മൾ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. എല്ലാം ചെയ്തിരിക്കുന്നതും ബ്രാൻഡഡ് ആണ്, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും എമൗണ്ട് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിനവിടെ സെൻട്രൽ കൺസോൾ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ കൺസോൾ വരുന്ന ഈ ഭാഗം ഹാൻഡ് ബ്രേക്ക് വരുന്ന ഭാഗം അത് നമ്മൾ ഒരു പീസ് വെച്ച് അടച്ചിട്ട് അത് പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ബോർനെസ് ഇല്ലാതിരിക്കും. അല്ലാതെ നമ്മളിവിടെ ഹാൻഡ് ബ്രേക്ക് ഇതിനവിടെ ഹാൻഡ് ബ്രേക്ക് ഒക്കെ വെക്കാൻ പറയുന്നൊരു കസ്റ്റമർ. പക്ഷേ നമ്മൾ ഈ ഇതിനവിടെ ഹാൻഡ് ബ്രേക്ക് ഓൾട്ടർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു പവർഫുള്ളായിട്ട് കിട്ടുന്നില്ല. നമ്മുടെ ഇതിൻ്റെ ഒരു പവർ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനത് എപ്പോഴും ഞാൻ ആഡ് ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെൻട്രൽ AC പഴയ AC തന്നെയാണ്, കസ്റ്റമർ വെച്ചിട്ട് വന്ന AC തന്നെ. അതിനെ നമ്മൾ ക്ലിയർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വിഫ്റ്റിൻ്റെ ഹാൻഡിൽ നമ്മൾ ബ്ലാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിലൊരു ലൈറ്റും ഇതിനുള്ള മറ്റേ റൂഫ് ടോപ്പ് ലൈറ്റും ഒറിജിനൽ തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് റൈറ്റ് സൈഡ് സീറ്റ് മാത്രം ഇലക്ട്രോണിക് സീറ്റാണ്, അത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് ആ സീറ്റ്. നമ്മൾ 70 മാറ്റ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ വണ്ടിയിലുള്ള മാതിരി തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് 70 മാറ്റ്. പിന്നെ ഇതിൽ നേരത്തെ മൊത്തം ഇനോവയുടെ സീറ്റായിരുന്നു, അത് മാറ്റി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒറിജിനൽ RS വരുന്ന അതേ സീറ്റ് കാര്യങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്ക് സീറ്റും അതിൻ്റെ ബാക്കും. ഇത് നേരത്തെ ഇനോവയുടെ സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. കസ്റ്റമർക്ക് എന്തായാലും ഇത് വേണ്ട, മാറ്റണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിക്ക് നമ്മൾ RSൻ്റെ ഒറിജിനൽ സീറ്റ് തന്നെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുൾ ഡാമ്പിങ് ചെയ്തതുകൊണ്ട് ഫ്ലോറും ടോപ്പും അതുപോലെ എല്ലാം ചെയ്തുകൊണ്ട് പുറത്തുനിന്നുള്ള സൗണ്ട് പൂർണ്ണമായിട്ടും ഇല്ല, കംപ്ലീറ്റ് ആകുക. അതുപോലെ തന്നെ ഡോർ അടയ്ക്കുമ്പോഴും നമുക്ക് നല്ലൊരു സൗണ്ട് ഫീൽ ചെയ്യും. ഒരു എന്താ പറയുക, ജെന്യൂനിറ്റി നമ്മൾ എങ്ങനെയാണോ അടയ്ക്കുന്നത് ആ ഒരു ഫീല് തന്നെ നമുക്ക് ഡോർ അടയ്ക്കുമ്പോഴും കിട്ടും. ഹെവി ആയിട്ട് വെയിറ്റും തോന്നും ഡോറിലൊക്കെ, ഹെവി ആയിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഷീറ്റ് ഒട്ടിച്ചു, നമ്മൾ ഇന്നർ ഒട്ടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഔട്ടർ ഒട്ടിച്ചിട്ടുണ്ട്. 2 ലെയറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 2 ലെയർ ഒട്ടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹെവി ആയിരിക്കും. അതുപോലെ തന്നെ സൗണ്ടും നല്ല രസമായിരിക്കും, അടിക്കുമ്പോൾ സൗണ്ട് നല്ലതായിരിക്കും. ഫുൾ ഡാമിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 40-45 രൂപ ആ റേഞ്ചൊക്കെ വരും കേട്ടോ, ഫുള്ള് നമുക്ക് ചെയ്ത് വരുമ്പോൾ. ഡോർ മാത്രം എല്ലാ ഡോറും കാര്യങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു 27,000 രൂപയോളം വരും. അതൊക്കെ എല്ലാം നല്ല രീതിയിൽ ചെയ്തുകൊണ്ടാണ് ഈ വണ്ടിക്ക് ഇത്ര എമൗണ്ടും വന്നിരിക്കുന്നത്. പിന്നെ എല്ലാ ബീഡിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ഒറിജിനലാണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് വരും അല്ലേ, ഫ്രണ്ട് ആൻഡ് ബാക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഹൈറ്റ് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. നമുക്ക് കാലിൻ്റെ ഇതിനനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിലെ ഇതും ടിൽട്ടും ഇതിനകത്ത് ഉറയ്ക്കാൻ എല്ലാം വർക്കിംഗ് തന്നെയാണ്, പക്കയായിട്ട് തന്നെ ഇതാകുന്നുണ്ട് എന്നല്ലേ.
അത് നമ്മൾ ഡയറക്റ്റ് ബാറ്ററിന്ന് കണക്ഷൻ കൊടുത്തിട്ട് കീന്ന് ഒരു ഇഗ്നിഷൻ എടുത്തിട്ട് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കീ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫുള്ള് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിക്ക് നമുക്ക് ഫ്രണ്ടിലെ റൈറ്റ് സൈഡ് സീറ്റും സെറ്റ് ചെയ്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്ലോഡിൻ്റെ 1900 വാട്ട്സിൻ്റെ സബ്ബാണ് ഇതിനകത്ത് ആടിയിരിക്കുന്നത്. സിംഗിളാണ് ചെയ്തേക്കുന്നത്, ഡബിൾ അല്ല. പിന്നെ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ബോക്സ്. എന്താ വെച്ചാൽ നമ്മുടെ ഷേപ്പിനനുസരിച്ച് കോൾസിന് അങ്ങനെ ഹെവി ആയിട്ടുള്ള സാധനമൊന്നും വെക്കാൻ പറ്റില്ല. പിന്നെ മറ്റേ ചെണ്ട പോലത്തെ ആ സാധനം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ റേഞ്ച് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലോക്ക് കാര്യങ്ങളൊക്കെ മുട്ടുന്നതുകൊണ്ട് അതും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്തതാണ്. അളവെടുത്തിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് ലെവലാക്കിയിട്ടാണ് സെറ്റ് ചെയ്തത്. അത് എഫക്റ്റീവാണ്. ബോക്സ് മറ്റേ വോളിയം ഇത്തിരി കൂടുതൽ തന്നെയാണ്. കൂടുതലായതുകൊണ്ട് സബിൻ്റെ എഫക്റ്റ് പക്കയായിട്ട് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും. നമ്മൾ ബോണറ്റും ഡാമ്പിങ് ചെയ്തിട്ടുണ്ട്. ബോണറ്റും ചെയ്തിരിക്കുന്നത് നമ്മൾ ബ്ലോക്ക് പങ്കിൻ്റെയാണ്. നമ്മൾ ഫുള്ള് ഇൻറ്റീരിയർ കംപ്ലീറ്റും ബ്ലോക്ക് പങ്കിൻ്റെയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് എന്തോ ഡാമ്പിങ് ഷീറ്റ് മാത്രമേ നോർമൽ ഇട്ടിട്ടുള്ളൂ. അതും ബ്രാൻഡഡ് തന്നെയാണ്. ഇതൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മൾ ബ്ലോക്ക് പങ്കിൻ്റെയാണ് ഇട്ടിരിക്കുന്നത്. ബ്ലോക്ക് പങ്കിൻ്റെ ഹെവി സാധനമാണ്. അതുപോലെ തന്നെ ഡാമിങ് ഷീറ്റ് ആണെങ്കിൽ ബോണറ്റ് ഡാമിങ് ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ളതാണ്, വെയിറ്റും കൂടുതലാണ് അതിന്. അതുപോലെ തന്നെ അതിലിരിക്കുന്ന ഗമ്മല്ല, ഒരു എന്താ പറയുക, ടാറിൻ്റെ ഒരു മെറ്റീരിയൽ പോലെയാണ് വരുന്നത്. അത് തന്നെ ഭയങ്കര നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അടത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം ഹെവി ആയിട്ട് എടുക്കണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ ചുമ്മാ അടന്നങ്ങ് വരില്ല ആ സാധനം. അത്രയും ഹെവിയാണ് മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ബ്ലോക്ക് പങ്കിൻ്റെയാണ് എല്ലാം നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റമർ ഇപ്പോൾ ഡെലിവറിക്ക് സാർ എടുക്കാൻ വന്നിട്ടുണ്ട്. തൊടുപുഴയിൽ നിന്നാണ് നമുക്ക് വണ്ടി വന്നത് തന്നെ. തൊടുപുഴയിൽ നിന്ന് വന്നിട്ട് ഏകദേശം 4-5 മാസത്തോളം ആയി വണ്ടി വന്നിട്ട്. അപ്പോൾ ഫൈനലിൽ ഫുള്ള് കംപ്ലീറ്റ് ആയി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. കസ്റ്റമർ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കിനിയിപ്പോൾ ഡെലിവറിക്ക് കൊടുക്കാം. വണ്ടി ഡെലിവറി ചെയ്തതിന് ശേഷം എന്തായാലും വണ്ടി നമുക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമറെ ബാബുക്കനെ വിളിച്ചിട്ട് നമുക്ക് എന്തായാലും കീ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് കസ്റ്റമറുടെ അടുത്ത് തന്നെ ചോദിക്കാം നമുക്ക് വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, വണ്ടിയുടെ നേരത്തെ വന്ന സിറ്റുവേഷനും ഇപ്പോഴത്തെ സിറ്റുവേഷനും. അതുപോലെ തന്നെ അവർ ചോദിച്ച എല്ലാ ഐറ്റംസും ഇതിനകത്ത് വന്നിട്ടുണ്ടോ, ഇനി എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ. എന്തായാലും നമ്മൾ 2000 കിലോമീറ്റർ കഴിഞ്ഞ് എന്തായാലും തിരിച്ച് വിളിച്ചിട്ട് ഇത്രയും റീസ്റ്റോർ ചെയ്തതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ആ 2000 കിലോമീറ്ററിൽ സർവീസിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കും. എന്തായാലും കസ്റ്റമർ ബാബുക്കാരൻ്റെ തന്നെ എന്തായാലും ചോദിക്കാം നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു വർക്ക് നമുക്ക് മനസ്സിൽ കരുതിയ പോലെ തന്നെ പണിത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കളർ നമ്മൾ അടിച്ചിരിക്കുന്നത് ഡ്യൂപോണ്ടിൻ്റെ കളറാണ്. നമുക്ക് ക്യാപ്സിയും വരുന്നതിന് ഡ്യൂപോണ്ടും ഉണ്ട്. അതിൽ നമ്മൾ ചോദിച്ചപ്പോൾ അഷർഫിക്കയും പറഞ്ഞത് ഡ്യൂപോണ്ട് അടിക്കണമെന്നാണ്. അപ്പോൾ ആ ഡ്യൂപോണ്ട് കളർ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. ആ കളർ ടൂൺ തന്നെ കറക്റ്റായിട്ട് നമുക്ക് വരും, ഒരു ബ്ലൂ ഷെയ്ഡും ഗ്രീനും ആയിട്ട്. പിന്നെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4-5 മാസമായി. അപ്പോൾ വണ്ടിയെല്ലാം ഓക്കെ ആണല്ലോ? തൃപ്തി ഓക്കെയാണ്. നമ്മൾ എന്താണോ മനസ്സിൽ കരുതുന്നത് അതെ ആ രീതിയിൽ തന്നെ നമുക്ക്. ഓക്കെ താങ്ക് യു. ഷെയർ ചെയ്ത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.